Again, you can see human poverty index. Just note ചെയ്ത് വെച്ചാൽ മതി എത്ര ആൻസർ. 1997. ഡേറ്റയൊക്കെ റീസൺ നോക്കണം നിങ്ങൾ. നോക്കി ഡയമെൻഷൻസ് ഉണ്ടോ നോക്കണേ. 10 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ബേസിക്കലി മൊത്തത്തിൽ ഇതിനകത്തുള്ളത്. മൊത്തം അതായത് 3 പാരാമീറ്റേഴ്സിലായിട്ട് മൾട്ടി ഡയമെൻഷണൽ ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ദാറ്റ് ആർ ബ്രോഡ്ലി 3 പാരാമീറ്റേഴ്സ്: ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതിൽ ഹെൽത്തിനകത്ത് 2 കാര്യങ്ങളാണ് നോക്കുക. എന്താ? ന്യൂട്രീഷൻ, ചൈൽഡ് മോർട്ടാലിറ്റി. ദെൻ എഡ്യൂക്കേഷനകത്ത് ഇയർ ഇൻ സ്കൂളിംഗ്, സ്കൂൾ അറ്റൻഡൻസ്, ഇന്റൻസിറ്റി ഓഫ് പോവർട്ടി, ഹെഡ് കൗണ്ട് റേഷ്യോ. 1 2 3 4 നോ. Then now this ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ എന്താ വരുന്നത്? അത് ഇന്ത്യയിൽ വി ആർ യൂസിങ് ഇറ്റ് ഓൾ. ഗ്ലോബൽ ലെവൽ നാഷണൽ ലെവലല്ലേ. ഇന്ത്യയിൽ നീതി ആയോഗ് 2 ആക്സസ് ടു ബാങ്ക് അക്കൗണ്ട്സും ആണോ? ഗ്ലോബൽ ലെവലിൽ 10 എൻ്റെ ഒരു അറിവ് 10 തന്നെയാണ്. ഇതിൽ 10 ഇന്ത്യ ഒരു 2 കൂടി എക്സ്ട്രാ നോക്കാറുണ്ടെന്നുള്ളതാണ് ഞാൻ വായിച്ച കറണ്ട് അഫെയർ. നീതി ആയോഗിന്റെ ഇപ്പൊ ഇന്ത്യയിൽ ഇത് ചെയ്യാറുണ്ട് നാഷണൽ ലെവലിൽ. അത് നീതി ആയോഗ് ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് കുക്കിംഗ് ഫ്യൂവൽ, സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, അതിനകത്ത് ആക്സസ് ടു ബാങ്ക് അക്കൗണ്ട്സും അതൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഇതൊന്നും അറിഞ്ഞിരിക്കണേ. ഇതൊക്കെയാണ് ഈ ഫാക്ച്വൽ എന്ന് പറയുന്നത്. ഇനി എ പേഴ്സൺ ഈസ് മൾട്ടി ഡയമെൻഷനലി പൂർ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ഈസ് ഡിപ്രൈവ്ഡ് ഇൻ 1/3 ഓർ മോർ, അതായത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു 1/3 എണ്ണത്തിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരാൾ ഡിപ്രൈവ്ഡ് ആണെങ്കിൽ കോൾ ഹിം ആസ് or her as what? മൾട്ടി ഡയമെൻഷനലി പൂർ. ഇതിൽ പകുതി എണ്ണത്തിലും ഒരാള് പൂർ ആണെങ്കിൽ എക്സ്ട്രീം മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്നൊക്കെ നമ്മൾ പറയും.